നമസ്കാരം. ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ ഫ്രാൻസിസ് പാപ്പ വിടവാങ്ങുമ്പോൾ ഏറെ നഷ്ടമുള്ളത് സിറോ മലബാർ സഭയ്ക്കാണ്. വിശേഷിച്ച് സിറോ മലബാർ സഭയെ കഴിഞ്ഞ കാലങ്ങളിൽ നയിച്ച കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയോട് എക്കാലവും വലിയ സ്നേഹമായിരുന്നു അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നത്. 2019 അക്കാലത്ത് ഭൂമി വിവാദം ശക്തമായ വിഷയസമയത്ത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചുമതലയിൽ നിന്ന് മാറുന്നതിനൊപ്പം തന്നെ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് പദവിയിൽ നിന്നും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി രാജിവെക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ അന്നത്തെ അദ്ദേഹത്തിൻ്റെ രാജി തടഞ്ഞത് ഫ്രാൻസിസ് മാർപ്പാപ്പയായിരുന്നു. അക്കാലം മുഴുവൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ചെയ്ത സേവനങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് ആ രാജി തള്ളിക്കൊണ്ട് ഒരു കത്ത് അദ്ദേഹം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്ക് നൽകുകയുണ്ടായിരുന്നു. ആ കത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സഭയെ നയിച്ച ഓരോ ചെറിയ കാര്യങ്ങൾ പോലും എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ആ കത്തയച്ചത്. അതിൽ നിന്ന് തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ സിറോ മലബാർ സഭയോട് കാണിച്ചിരുന്ന ആ താല്പര്യവും സ്നേഹവും കൃത്യമായി വ്യക്തമായിരുന്നു. ഏതായാലും 2023 പിന്നീട് സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി രാജിവെക്കുമ്പോൾ ഇതേ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ സ്വീകരിച്ചിരുന്നു ആ രാജി. കർദിനാളിൻ്റെ രാജി സ്വീകരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നത് പൗരോഹിത്യത്തിൻ്റെ 50 അതുപോലെ മെത്രാഭിഷേകത്തിൻ്റെ 25 വർഷത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ സിറോ മലബാർ സഭയ്ക്കായി കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ചെയ്ത സേവനങ്ങളെ ആർക്കും വിസ്മരിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ സിറോ മലബാർ സഭയുടെ സിനഡ് അദ്ദേഹത്തിൻ്റെ ആ രാജി സ്വീകരിക്കുന്നതിന് സിറോ മലബാർ സഭയിലെ സിനഡിലെ ഓരോ അംഗവും അദ്ദേഹം ചെയ്ത സേവനങ്ങളെ സ്മരിക്കണം എന്നായിരുന്നു അന്ന് കർദിനാളിന് എഴുതിയ കത്തിലൂടെ സിറോ മലബാർ സഭയ്ക്ക് തന്നെയായി ഫ്രാൻസിസ് മാർപ്പാപ്പ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരു കാലമായിരുന്നു സിറോ മലബാർ സഭയുടെ അക്കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ വന്നതിന് ശേഷം കടുത്ത നിലപാടുകളിലേക്ക് അദ്ദേഹം പോയിരുന്നത് ശ്രദ്ധേയമായിരുന്നു. സിറോ മലബാർ സഭയ്ക്ക് അദ്ദേഹം യാഥാസ്ഥികത പുലർത്തുമ്പോഴും ഒപ്പം അദ്ദേഹം പുരോഗമനവാദിയാണെന്നൊക്കെ സമൂഹം പറയുമ്പോഴും ആരാധനാക്രമങ്ങൾ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അദ്ദേഹം തയ്യാറായിരുന്നില്ല. പ്രത്യേകിച്ച് സിറോ മലബാർ സഭയുടെ സിനഡ് എടുത്ത ആരാധനാക്രമത്തിൻ്റെ ആ ഒരു കാര്യങ്ങൾ നടപ്പിലാക്കുന്ന വിഷയത്തിൽ ഒരുപക്ഷെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ യഥാർത്ഥ പ്രശ്നം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്കെതിരെ വിമതർ തിരിഞ്ഞ ചില കാര്യങ്ങൾ, ഇക്കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് കൃത്യമായി വ്യക്തമായിരുന്നു. മാർപ്പാപ്പയ്ക്ക് ഇക്കാര്യങ്ങൾ വ്യക്തമായതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരു വീഡിയോ സന്ദേശം എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടി മാത്രം നൽകിയിരുന്നത്. അക്കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് സഭയെ അനുസരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അനുസരണ ഇല്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ വൈദികർ നേതൃത്വം നൽകരുതെന്ന് വൈദികർക്ക് വലിയ താക്കീതും അദ്ദേഹം നൽകിയിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഒരുപക്ഷെ സിറോ മലബാർ സഭയെ എക്കാലത്തും സ്നേഹിച്ച ഒരു വലിയ ഇടയനാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിടവാങ്ങൽ സിറോ മലബാർ സഭയ്ക്ക് വലിയ നഷ്ടം തന്നെ സൃഷ്ടിക്കും. അദ്ദേഹം സഭാ ആസ്ഥാനത്തൊക്കെ അടക്കം ഇന്ത്യയിൽ വരുമ്പോൾ സഭാ ആസ്ഥാനത്തേക്ക് വരാൻ തീരുമാനിച്ചിരുന്നതാണ്. സഭാ ആസ്ഥാനം സന്ദർശിക്കുമെന്നൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഏതായാലും എക്കാലവും സഭയെയും സഭാ അംഗങ്ങളെയും വിശ്വാസികളെയും വൈദികരെയും ബിഷപ്പുമാരെയും മേജർ ആർച്ച് ബിഷപ്പിനെയും ഒക്കെ ഏറ്റവും സ്നേഹിച്ച ഒരു വലിയ ഇടയനാണ് ഇപ്പോൾ യാത്രയായിരിക്കുന്നത്.